അരമനകളിൽ പൂച്ചെണ്ടു കൊടുക്കുന്നതല്ല രാഷ്ട്രീയം. അന്ന് മാണി സാർ കാണിച്ചതാണ് യഥാർത്ഥ വഴി. വൈറലായി KM മാണിയെക്കുറിച്ചുള്ള ടി ദേവപ്രസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മെത്രാൻമാർ രാഷ്ട്രീയം പറയുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ KM മാണി എന്ന ഇതിഹാസ നേതാവിന്റെ ഉറച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടി ടി ദേവപ്രസാദ് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. അരമനകളിൽ പോയി പൂച്ചെണ്ട് കൊടുക്കുന്നതാണ് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് കരുതുന്നവർ KM മാണിയുടെ ചരിത്രം പഠിക്കണമെന്നാണ് ഈ വൈറൽ പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്നത്. 1967 തിരഞ്ഞെടുപ്പ് കാലം KM മാണി സാറിനോട് പാലായിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിൽക്കരുതെന്ന് അന്ന് പാലായിലെ മെത്രാനായിരുന്ന സെബാസ്റ്റ്യൻ വയലിൽ തിരുമേനി കർശനമായി പറഞ്ഞു. എന്നാൽ നാമനിർദ്ദേശം കൊടുക്കും മുൻപ് അനുഗ്രഹം വാങ്ങാൻ മാണി സാർ തിരുമേനിയുടെ അടുത്ത് ചെന്നു. അദ്ദേഹം പിതാവിനോട് തർക്കിക്കാനോ മറുപടി പറയാനോ നിന്നില്ല. മുട്ടിൽ നിന്ന് അനുഗ്രഹം വാങ്ങി നേരെ പോയി നോമിനേഷൻ കൊടുത്തു. മെത്രാൻ എതിർത്തു പ്രസംഗിച്ചു. പക്ഷേ ജനം മാണിക്കൊപ്പം. മാണി സാർ മത്സരിക്കുന്നതിനെതിരെ പിതാവ് പതിവില്ലാതെ പരസ്യമായി തന്നെ പ്രസംഗിച്ചു. വലിയ എതിർപ്പുകൾ വന്നിട്ടും ആ തിരഞ്ഞെടുപ്പിൽ മാണി സാർ ഗംഭീരമായി ജയിച്ചു. അതാണ് ചരിത്രം. പിന്നീട് സഭയെ ബാധിച്ച വലിയൊരു പ്രശ്നമായി കോളേജ് സമരം വന്നപ്പോൾ മുന്നിൽ നിന്ന് നയിച്ചതും ഇതേ മാണി സാർ ആയിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട്. അത്രയും വലിയ സഹായം ചെയ്തിട്ടും അന്ന് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് മാണി സാർ ഒരിക്കലും ആരോടും കണക്കു പറഞ്ഞില്ല. മാണി അദ്ദേഹത്തിന്റെ വഴിക്ക് മനുഷ്യർക്ക് നന്മ ചെയ്ത് കടന്നുപോയി. അതുകൊണ്ടാണ് ജനം അദ്ദേഹത്തെ അത്രത്തോളം സ്നേഹിച്ചത്. ഇതാവണം രാഷ്ട്രീയ പ്രവർത്തകരുടെ വഴിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ടി ദേവപ്രസാദ് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.